സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ആസ് യൂഷ്വൽ എല്ലാവരും ഉണ്ട് വീട്ടിൽ, ആരും പോയിട്ടില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളിന്ന് എന്തെങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ കഴിച്ചിട്ടുമുണ്ട് കുഴിമന്തി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയും പിന്നെ ഡ്രാഗൺ ചിക്കനുമാണ്. പച്ച ചിക്കൻ മേടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷെഫ് ആരാ അമ്മു പാറുവിൻ്റെ അമ്മയാണ് മാസ്റ്റർ ഷെഫ്. അപ്പോൾ അമ്മ അതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഹെൽപ്പ് ചെയ്ത് നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ അച്ചച്ചൻ ചിക്കനൊക്കെ അതേപോലെ പീസാക്കിയിട്ട് മേടിച്ചിടുന്നുണ്ട്. നമ്മുടെ കുഴിമന്തിയൊക്കെ കഴിക്കില്ല, അതേപോലെ ലെഗ് പീസൊക്കെ ഇട്ട് മേടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ചേച്ചി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അത് കാണാൻ പോവാം. അപ്പോൾ ഇന്നൊക്കെ വെതറൊക്കെ നല്ല കാലാവസ്ഥയാണ്, മഴ പെയ്തു. പിന്നെന്താ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് കുഴിമന്തി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് കുഴി കുഴിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണത്. അപ്പോൾ ഈ ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള ചിക്കനാണിത്. അപ്പോൾ അതിന് ഇങ്ങനെ ഓരോ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കുത്തി വയ്ക്കുകയാണ്, അതിൽ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി പോട്ടിലാണ് നമ്മളിതിനെ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലോട്ട് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമുക്ക് കടയിൽ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും മാഗിയുടെ ക്യൂബ്സ്, ചിക്കൻ സ്റ്റോക്ക് മേടിക്കാൻ കിട്ടും. അതൊരു രണ്ട് ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ജീരകത്തിൻ്റെ പൊടി, പിന്നെ ക്യാപ്സിക്കം ഇട്ടു. അതുപോലെ ആവശ്യത്തിന് തന്നെ കുറച്ച് കളർ പൊടി, അത് നമുക്ക് വേണമെങ്കിൽ മതി, എന്നാലും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിന മല്ലിയില ഒരു പിടിയായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് കുറച്ച് ഓയിലും, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ചേർക്കണ ഓയിൽ. വേറെ എവിടെയും ഓയിലൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1 hour ഒക്കെ വയ്ക്കാം സമയമുണ്ടെങ്കിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കുക്ക് ചെയ്യാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് കുക്ക് ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ബിരിയാണി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസിൽ ആവശ്യമുള്ള മസാലകൾ, പിന്നെ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റൈസ് ഒരു 3/4 വേവായി നമ്മളത് പാത്രത്തിലോട്ട് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ റൈസ് നമ്മൾ തട്ടി കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി നമ്മളിതിൽ വിതറുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 മുളക് ഇതുപോലെ നമ്മളിങ്ങനെ വെക്കണം. അതിനുശേഷം നടുക്കിലായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് കനൽ, ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടി കനൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 20-25 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കിയതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രം എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി സെർവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതാണ് റെസിപ്പി, ചിക്കൻ മന്തിയുടെ റെസിപ്പി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അടുത്ത ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ. ഇതും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോൺലെസ് പീസുകൾ ഇതേപോലെ നീളനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂൺ സോയാ സോസ്, ഒരു മുട്ട, ഇതെല്ലാം നമ്മൾ ചേർത്ത് നല്ലപോലെ മിക്സ് ആയിട്ട് ആ ഒരു തിക്ക് ബാറ്റർ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കണം. ഇതേപോലെ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച എല്ലാം നമ്മൾ മിക്സ് ചെയ്യുക. നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ റെസ്റ്റിൽ വെക്കണം. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ ഉരുളിയിൽ ഞാനോ ചെയ്യണത്. ബാക്കിയുള്ള പ്രോസസ്സും കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് സവോള അരിഞ്ഞത്, ഒരു 2 സവോള അരിഞ്ഞത്, പിന്നെ കുറച്ചൊരു 4-5 വറ്റൽ മുളക് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഏകദേശം കുറച്ച് വഴറ്റി വരുമ്പോൾ ഒരു 2 സ്പൂൺ ചില്ലി സോസ്, അതുപോലെ 2 സ്പൂൺ സോയാ സോസ്, പിന്നെ 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒരു പിഞ്ച് പഞ്ചസാരയാണ്, അതുകൂടെ ചേർക്കും. ഇതിങ്ങനെ കുറച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും നമ്മളിതിലോട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ പച്ച ഇത് കളറ് നന്നായിട്ട് വാടാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റി
ജെല്ലി പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ തേൻ നമ്മളിതിൽ ഹണി ഇതിൽ ആഡ് ചെയ്യുക. അവസാനം കുറച്ച് കാഷ്യൂനട്ടും ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ വെളുത്തുള്ളും അതാണ് മെയിൻ അതിൻ്റെ ഒരു ഡെക്കറേഷൻ, വെളുത്തുള്ളും ആഡ് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മുടെ സെർവിങ് ടൈമാണ്. വീട്ടിലുണ്ടാക്കിയ മയോണൈസ്, പുതിന ചട്നി, പിന്നെ സാലഡ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതുവരെ ഇനിയും പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിക്കുക. ചിക്കൻ മന്തിയും ഡ്രാഗൺ ചിക്കനും ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ മേടിക്കേണ്ടതില്ല. ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ചിക്കൻ മേടിക്കണം, റൈസ് വാങ്ങണം, അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം വീട്ടിലെല്ലാം കാണുന്നത് തന്നെയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചൂട് ഇങ്ങനെ പറക്കണ കണ്ടോ. ഇപ്പോഴാണ് എടുത്തത്, പ്ലേറ്റിലാക്കിയത് കണ്ടില്ലേ. ജ്യൂസി ആയിട്ടുണ്ട്, ചിക്കനൊക്കെ അത്രയും ജ്യൂസി ആയിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചിണ്ടാക്കിയ കുഴിമന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളപ്പോൾ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയത് ആരാ? പാറുവിൻ്റെ അമ്മ. ഓക്കെ, അപ്പോൾ വളരെ ഈസി തന്നെയാണ് ഉണ്ടാക്കാൻ. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പാറുകയ്ക്ക് നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ സോസൊക്കെ എല്ലാം ഇറങ്ങി. ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്. ഇതേ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ ആണല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഹോം മെയ്ഡ് ഡ്രാഗൺ ചിക്കൻ ആൻഡ് ചിക്കൻ മന്തി വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.